കുട്ടികളെ, ഗുഡ് മോർണിംഗ്. ടുഡേ വി ആർ ഡിസ്കസിങ് അബൌട്ട് നെക്സ്റ്റ് ഫൈലം പ്ലാറ്റിഹെൽമിന്തസ്. ഇന്ന് നമ്മൾ പരന്ന വിരകൾ എന്നറിയപ്പെടുന്ന ഫൈലത്തെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. നമുക്ക് ഈ ഫൈലത്തിൻ്റെ പ്രധാന സാലിയൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഫൈലം പ്ലാറ്റിഹെൽമിന്തസ്. അപ്പോൾ ഈ പ്ലാറ്റിഹെൽമിന്തസ് എന്ന പേര് ഇതിന് കിട്ടാൻ കാരണം അതിൻ്റെ ഒരു ഡിസ്റ്റിങ്റ്റീവ് ക്യാരക്ടറാണ്. എന്താണ് അതിൻ്റെ ആ ഡിസ്റ്റിങ്റ്റീവ് ക്യാരക്ടർ? ദേ ഹാവ് ഡോഴ്സോ വെൻട്രലി ഫ്ലാറ്റൻഡ് ബോഡി. ഇവയ്ക്ക് ഡോഴ്സോ വെൻട്രലി രണ്ട് ഭാഗം ഒരേപോലെ പരന്ന ശരീരമാണ് ഇവയ്ക്കുള്ളത്. ഹെൻസ് ദേ ആർ കോൾഡ് ഫ്ലാറ്റ് വേം. അതുകൊണ്ട് ഇവ എന്താണ് അറിയപ്പെടുന്നത്? പരന്ന വിരകൾ എന്നാണ് ഇവ അറിയപ്പെടുന്നത്. ദേ ഹാവ് ഡോഴ്സോ വെൻട്രലി ഫ്ലാറ്റൻഡ് ബോഡി. ഇതാണ് അതിൻ്റെ ഡിസ്റ്റിങ്റ്റീവ് ക്യാരക്ടർ. നമുക്ക് കുറച്ച് ഫ്ലാറ്റ് വേംസിൻ്റെ ചിത്രം ഒന്ന് നമുക്ക് പരിചയപ്പെടാം. ചിത്രം നോക്കുക. ദേ ആർ ഡോഴ്സോ ആൻഡ് വെൻട്രലി ഫ്ലാറ്റൻഡ് അല്ലേ. അതിൻ്റെ മുകൾ ഭാഗവും അടിഭാഗവും ഒരേപോലെ പരന്ന രീതിയിലാണ് കാണപ്പെടുന്നത്. നമുക്ക് വളരെ കളർഫുൾ ആയിട്ടുള്ള ചില ഫ്ലാറ്റ് വേംസിൻ്റെ ചിത്രമാണ് ഇവിടെ തന്നിട്ടുള്ളത്. എല്ലാം പരന്നിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് അവ പരന്ന വിരകൾ എന്ന് അറിയപ്പെടുന്നത്, ഓർ ഫ്ലാറ്റ് വേംസ്. ഇനി ബാക്കി ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് അതിൻ്റെ നോക്കാം നമുക്ക്. ദേ ആർ ട്രിപ്ലോബ്ലാസ്റ്റിക്. ട്രിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ 3 ജേം ലെയേഴ്സ് ഉണ്ട്. എക്ടോഡേം, എൻഡോഡേം ആൻഡ് മീസോഡേം. ഇത് 3 കാണപ്പെടുന്നതുകൊണ്ടാണ് ട്രിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ സീലോം എങ്ങനെയാണ്? ദേ ആർ അസീലോമേറ്റ് അനിമൽ. സീലോമില്ല. സോ പ്ലാറ്റിഹെൽമിന്തസ് ആർ അസീലോമേറ്റ് അനിമൽസ്. അതിൻ്റെ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷനാണ്. ഇനി അതിൻ്റെ സമമിതി എന്താണ്? ഫ്ലാറ്റ് വേംസ് ആർ ബൈലാറ്ററലി സിമ്മട്രിക്കൽ. ഇതിന് മുൻപത്തെ ടീനോഫോറ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, റേഡിയൽ സിമ്മട്രി ആയിരുന്നു. എന്നാൽ ഫ്ലാറ്റ് വേമിലേക്ക് എത്തുമ്പോൾ ബൈലാറ്ററൽ സിമ്മട്രിയാണത് കാണിക്കുന്നത്. ദീസ് ആർ മോസ്റ്റ്ലി എൻഡോ പാരസൈറ്റ് ഫൗണ്ട് ഇൻ അനിമൽസ് ഇൻക്ലൂഡിങ് ഹ്യൂമൻ ബീയിങ്സ്. അതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു സവിശേഷത എന്ന് പറയുന്നത്, മിക്ക ഫ്ലാറ്റ് വേമുകളും അല്ലെങ്കിൽ പ്ലാറ്റിഹെൽമിന്തുകളും എൻഡോ പാരസൈറ്റുകളാണ്, ആന്തര പരാദങ്ങളാണ്. പരാദ ജീവനത്തിന് അനുയോജ്യമായിട്ടുള്ള അതിൻ്റെ ഘടന എന്തൊക്കെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. They have hooks and suckers are present in the parasitic forms. പരാദ ജീവികളിൽ ഹുക്സ് ആൻഡ് സക്കേഴ്സ് കാണപ്പെടുന്നുണ്ട്. ചിത്രം നോക്കുക. ഇത് ടീനിയ സോളിയം എന്ന എൻഡോ പാരസൈറ്റിൻ്റെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. നാടവിര എന്നറിയപ്പെടുന്നതാണ്. ഇതിൽ നോക്കുക, ധാരാളം ഹുക്സ് അതിൻ്റെ വായ്ഭാഗത്തായിട്ട്, തലഭാഗത്തായിട്ട് ധാരാളം ഹുക്സ് കാണപ്പെടുന്നുണ്ട്. കൊളുത്തുകൾ പോലെയുള്ളത് കാണപ്പെടുന്നുണ്ട്. ഇത് ചെറുകുടലിൽ പറ്റിപ്പിടിച്ച് കിടക്കാൻ അതിനെ സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സക്കേഴ്സ് നോക്കുക, ചിത്രത്തിൽ നോക്കുക, സക്കേഴ്സ് കാണുന്നുണ്ട്. ഇത് ചെറുകുടലിലെ കോശങ്ങളിൽ പറ്റിപ്പിടിച്ച് കിടക്കാൻ ഇവയെ സഹായിക്കുന്നു. അപ്പോൾ ഇത് അതിൻ്റെ പരാദ ജീവനത്തിനുള്ള ഒരു അനുകൂലനാണ്. ഇനി വേറെ എന്തെല്ലാം അനുകൂലനങ്ങളുണ്ട്? സം ഓഫ് ദം അബ്സോർബ് ന്യൂട്രിയൻസ് ഫ്രം ദ ഹോസ്റ്റ് ഡയറക്ട്ലി ത്രൂ ദെയർ ബോഡി സർഫേസ്. ചില പരാദങ്ങൾ ദേ അബ്സോർബ് ന്യൂട്രിയൻസ് ഫ്രം ദ ഹോസ്റ്റ്, ആതിഥേയ ജീവിയിൽ നിന്ന്. ആതിഥേയ ജീവി എന്നുള്ളത് മനുഷ്യനാവാം. ഈ പരാദ ജീവികളിൽ നിന്ന് ഇവ ദ്രവരൂപത്തിലുള്ള ദഹിച്ച ഭക്ഷണത്തെ നേരിട്ട് അതിൻ്റെ ശരീര ഉപരിതലത്തിലൂടെ ആഗിരണം ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ദേ അബ്സോർബ് ദ ന്യൂട്രിയൻസ് ഫ്രം ദ ഹോസ്റ്റ് ഡയറക്ട്ലി ത്രൂ ദെയർ ബോഡി സർഫേസ്. പരാദ ജീവനത്തിനുള്ള അനുകൂലനങ്ങൾ എന്തൊക്കെയാണ്? ദേ ഹാവ് ഹുക്സ് ആൻഡ് സക്കേഴ്സ് and they absorb the nutrient from the host directly through their body surface. They have specialized cells called flame cells, helps in osmoregulation and excretion. അതേപോലെ പ്ലാറ്റിഹെൽമിന്തസിൽ ഒരു പ്രത്യേക തരം കോശങ്ങൾ കാണപ്പെടുന്നുണ്ട്. അതിനെ ഫ്ലെയിം സെൽസ് അല്ലെങ്കിൽ ജ്വാലാകോശങ്ങൾ എന്നാണ് പറയുന്നത്. അത് എന്തിനായിരിക്കും സഹായിക്കുന്നുണ്ടാവുക? ദേ ഹെൽപ്സ് ഇൻ ഓസ്മോ റെഗുലേഷൻ, ആന്തര സമസ്ഥിതി പാലിക്കുന്നതിനും, ആൻഡ് എക്സ്ക്രീഷൻ, അതുപോലെ വിസർജനത്തിനും സഹായിക്കുന്ന പ്രത്യേക കോശങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്ലെയിം സെൽസ്. സം മെമ്പേഴ്സ് ലൈക്ക് പ്ലനേറിയ പൊസസ്
ഹൈ റീജനറേഷൻ കപ്പാസിറ്റി. ചിത്രം നോക്കുക, പ്ലനേറിയയുടെ ചിത്രമാണ് തന്നിട്ടുള്ളത്. ഇത്തരം ജീവികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. ഇത് പ്ലനേറിയാണ്. പ്ലനേറിയ പോലെയുള്ള പ്ലാറ്റിഹെൽമിന്തസുകൾ ഷോസ് റീജനറേഷൻ, അവ പുനരുൽപ്പത്തിക്കുള്ള കഴിവ് കാണിക്കുന്നുണ്ട്. പുനരുൽപ്പത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ ശരീരഭാഗങ്ങൾ ഖണ്ഡിക്കപ്പെട്ടാലും വീണ്ടും അത് പുതിയ ജീവിയായി രൂപപ്പെടുന്നതിനെയാണ് പുനരുൽപ്പത്തി അല്ലെങ്കിൽ റീജനറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്ലനേറിയ റീജനറേഷൻ കപ്പാസിറ്റി കാണിക്കുന്നുണ്ട്. സെക്സസ് ആർ നോട്ട് സെപ്പറേറ്റ്. ഇവ ആൺജീവി പെൺജീവി എന്നിങ്ങനെ വേർതിരിക്കപ്പെട്ടിട്ടില്ല. ദാറ്റ് ഈസ് ദേ ആർ ഹെർമാഫ്രോഡൈറ്റ്. ദ ഫെർട്ടിലൈസേഷൻ ഈസ് ഇന്റേണൽ. ബീജസംയോഗം എങ്ങനെയാണ്? ഇന്റേണൽ ആണ്. ഇന്റേണൽ എന്ന് പറഞ്ഞാൽ ജീവിയുടെ ശരീരത്തിന് അകത്ത് വെച്ച് നടക്കുന്ന ബീജസംയോഗത്തെയാണ് നമ്മൾ ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഡെവലപ്മെൻറ്റ് ഈസ് ത്രൂ മെനി ലാർവൽ സ്റ്റേജ്. അതിൻ്റെ വികാസഘട്ടം എന്ന് പറയുന്നത് പല ലാർവൽ സ്റ്റേജുകളിൽ കൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഡെവലപ്മെൻറ്റ് നമ്മൾ എന്താണ് പറയുക? ഇൻഡയറക്റ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറയും. അപ്പോൾ ഡെവലപ്മെൻറ്റ് ഈസ് ഇൻഡയറക്റ്റ്, ഫെർട്ടിലൈസേഷൻ ഈസ് ഇൻറ്റേർണൽ. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ടീനിയ സോളിയം എന്നറിയപ്പെടുന്നതാണ്. ചിത്രം നോക്കുക. നാടവിര എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ടേപ്പ് വേം, നാടവിര അല്ലെങ്കിൽ ടേപ്പ് വേം എന്നാണിത് അറിയപ്പെടുന്നത്. ചിത്രം നോക്കുക. ഒരു റിബൺ പോലെ അല്ലെങ്കിൽ ഒരു നാട പോലെ ടേപ്പ് പോലെ കാണപ്പെടുന്നത് കൊണ്ടാണ് ഇവയെ ടേപ്പ് വേം എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ടീനി അറിയപ്പെടുന്നത് ടേപ്പ് വേം എന്നാണ്. അടുത്ത ചിത്രം നോക്കുക. ഇത് ഫാഷിയോളയുടെ ചിത്രമാണ് തന്നിട്ടുള്ളത്. ഫാഷിയോളയാണ് ഈ ചിത്രങ്ങളിൽ കാണുന്നത്. ലിവർ ഫ്ലൂക്ക് എന്നാണിത് അറിയപ്പെടുന്നത്. അതായത് നമ്മുടെയൊക്കെ കരളിനെ ഇത് ബാധിക്കുന്നത് കൊണ്ട്, എഫക്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഇതിന് നമ്മൾ ലിവർ ഫ്ലൂക്ക് എന്നാണ് പറയുന്നത്. ഫാഷിയോള അറിയപ്പെടുന്നത് ലിവർ ഫ്ലൂക്ക് എന്നാണ്. ഇനി നമുക്ക് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനിലേക്ക് കൊടുക്കാം. മാർച്ച് 2020 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഒബ്സർവ് ദ ഫിഗർ. ചിത്രം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഐഡൻറ്റിഫൈ ദ ഓർഗാനിസം. ലിവർ ഫ്ലൂക്ക് ഓർ ഫാഷിയോള. നെയിം ദ ഫൈലം ടു വിച്ച് ഇറ്റ് ബിലോങ്. പ്ലാറ്റിഹെൽമിന്തസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മാർച്ച് 2019 ചോദിച്ചതാണ്. സീലിൻഡ്രേറ്റ് റേഡിയൽ സിമ്മട്രി പ്ലാറ്റിഹെൽമിന്തസ്. അപ്പോൾ സീലിൻഡ്രേറ്റ്സ് കാണിക്കുന്നത് റേഡിയൽ സിമ്മട്രിയാണ്. പ്ലാറ്റിഹെൽമിന്തസ് കാണിക്കുന്ന സിമ്മട്രി ഏതാണ്? ബൈലാറ്ററൽ സിമ്മട്രി. 2018 ഓഗസ്റ്റ് ചോദിച്ച ക്വസ്റ്റ്യൻ നോക്കാം. നോട്ട് ദ റിലേഷൻ ഇൻ ദ ഫസ്റ്റ് പെയർ ആൻഡ് ദെൻ കംപ്ലീറ്റ് ദ സെക്കൻഡ് പെയർ. ഫാഷിയോള ലിവർ ഫ്ലൂക്ക് ടീനിയ. ഫാഷിയോള ലിവർ ഫ്ലൂക്ക് എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ടീനിയ അറിയപ്പെടുന്നത് എന്താണ്? ഏതായിരിക്കും ആൻസർ? യെസ്, ടേപ്പ് വേം. ഈ മാർച്ച് 2019, സെപ്റ്റംബർ 2015, ഓഗസ്റ്റ് 2014 ഈ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഫീച്ചർ ഓഫ് ആനിമൽ ഗിവൺ, ഫൈൻഡ് ദ അപ്രോപ്രിയേറ്റ് ഫൈലം. ഒരു ഫീച്ചർ തന്നിട്ടുണ്ട്, അതിൽ ആ ഫീച്ചർ കാണിക്കുന്ന ഫൈലം ഏതാണെന്ന് കണ്ടെത്തണം. അപ്പോൾ ഫീച്ചർ ഏതാ അവിടെ തന്നിട്ടുള്ളത്? ഫ്ലെയിം സെൽ. ഓർമ്മയില്ലേ? ഫ്ലെയിം സെല്ല് ജ്വാലാകോശങ്ങൾ എക്സ്ക്രീഷനും ഓസ്മോ റെഗുലേഷനും സഹായിക്കുന്ന കോശങ്ങളാണ്. ഫൈലം പിടികിട്ടിയല്ലോ, പ്ലാറ്റിഹെൽമിന്തസ്. അടുത്തത് ഓഗസ്റ്റ് 2014 ചോദിച്ചതാണ്. ഇൻ യുവർ പ്രാക്ടിക്കൽ ദ ക്ലാസ് ടീച്ചർ ബോട്ട് ദ ഫോളോയിങ് പ്രിസേർവ്ഡ് ആനിമൽ. ഒരു പ്രാക്ടിക്കൽ ക്ലാസ്സിൽ ടീച്ചർ താഴെ പറയുന്ന ആനിമൽസിനെ കൊണ്ടുവന്നു. ഏതൊക്കെയാണത്? ടേപ്പ് വേം, ഫൈസാലിയ. ഫൈസാലിയ ഓർമ്മ ഉണ്ടല്ലോ, സീലിൻഡ്രേറ്റയിൽ പെട്ടതാണ്. ഐഡൻറ്റിഫൈ ദ ഫൈലം ഓഫ് ഈച്ച് ആനിമൽ ആൻഡ് സെലക്ട് ദ ഡിസ്റ്റിങ്വിഷിംഗ് ക്യാരക്ടർ ഓഫ് ഈച്ച് ഫൈലം. അതിൽ ഫൈസാലിയ ഓർമ്മ ഉണ്ടല്ലോ, ഫൈലം സീലിൻഡ്രേറ്റയാണ്. അതിൻ്റെ ക്യാരക്ടർ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും. അടുത്ത് നോക്കാം, എ നോക്കാം. ടേപ്പ് വേം ആണ്. ഫൈലം പ്ലാറ്റിഹെൽമിന്തസ്. അതിൻ്റെ ഡിസ്റ്റിങ്വിഷിംഗ് ക്യാരക്ടർ അല്ലെങ്കിൽ ഡിസ്റ്റിങ്റ്റീവ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡോൾസോ വെൻട്രലി ഫ്ലാറ്റൻഡ് ബോഡി അല്ലേ, അല്ലെങ്കിൽ ഫ്ലാറ്റ് ബോഡി, അതുപോലെ സക്കർ. ഇത് രണ്ടുമാണ് അതിൻ്റെ ഡിസ്റ്റിങ്റ്റീവ് ക്യാരക്ടർ. അടുത്ത ക്വസ്റ്റ്യൻ മാർച്ച് 2011 ചോദിച്ചാണ്. കംപ്ലീറ്റ് ദ കോളം യൂസിങ് ദ അപ്രോപ്രിയേറ്റ് ഫൈലം, ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചർ ആൻഡ് എക്സ്ക്രീറ്ററി ഓർഗൻ. ഇവിടെ ഫൈലം തന്നിട്ടുണ്ട്, അതിൻ്റെ ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചർ, എക്സ്ക്രീറ്ററി ഓർഗൻ ഇവ എഴുതണം. ഫൈലം തന്നിട്ടുള്ള പ്ലാറ്റിഹെൽമിന്തസ് ആണ്. ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചർ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്താണ്, ഫ്ലാറ്റ് ബോഡി, സക്ക് അല്ലേ. എക്സ്ക്രീറ്ററി ഓർഗൻ ഏതാണ്? ഫ്ലെയിം സെൽ. ഓക്കെ.